വായിച്ച വേദഭാഗം എന്തായിരുന്നു ഓർക്കുന്നുണ്ടല്ലോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നുള്ളതായ വാക്യം വായിച്ചുകൊണ്ട് സംസാരിക്കുവാനായിട്ടാണ് ഞാൻ അന്ന് സംസാരിച്ചത്. എന്നാൽ ഇന്ന് പൽക്കാലം അതിനടുത്ത വാക്യം നിങ്ങളോട് സംസാരിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. Gospel according to Matthew chapter 5 verse 4. Praise the Lord. Please read that in English also. Amen. Praise the Lord. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെതായ പ്രസംഗത്തെക്കുറിച്ച്, അല്ലെങ്കിൽ 5, 6, 7 അല്ലെങ്കിൽ ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ പർവ്വത പ്രസംഗം എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നതായ ഈ വേദഭാഗമാണ് നമുക്ക് ചിന്തിക്കുവാൻ തക്കമടിയാകുന്നത്. 1-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ഞാൻ ആ ഭാഗം കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ അത് ഓർപ്പിച്ചില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. എന്നിട്ട് അവൻ വായ് മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപദേശം ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പുരുഷാരത്തെ കണ്ടതായ മാത്രയിൽ അവിടെ പറയുന്നത്, ഹല്ലേലൂയ, അവർ കർത്താവ് ചെയ്തത് എന്താണ്? Now when Jesus saw the crowds, he went up on a mountainside and sat down. His disciple came to him and he began to teach them. He said, then he started preaching, blessed are those who are poor in spirit, for this is the kingdom of heaven. And blessed are those who mourn, for they will be comforted. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് തൻ്റെ ആ പഠിപ്പിക്കൽ ആരംഭിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഒരു പർവ്വതത്തിന് മുകളിൽ കയറുന്നതായിട്ട്, അവൻ അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്തിനു വേണ്ടിയായിരിക്കും കർത്താവ് പർവ്വതത്തിന് മുകളിൽ കയറിയത്? നമുക്ക് അറ്റൻഷൻ കിട്ടാനായിട്ട് ആണ്. ആമേൻ. അതൊരു നല്ല കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും വേറൊരു കാര്യം പറയാൻ തക്കവണ്ണമുള്ളത്? വേറെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? പർവ്വതത്തിലേക്ക് എന്തായിരിക്കും കടന്നുപോയത്? എല്ലാവരും കാണാനായിട്ട് കടന്നുപോയി. ആമേൻ. എല്ലാവരുടെയും അറ്റൻഷൻ ലഭിക്കുവാൻ തക്കവണ്ണം കടന്നുപോയി. ആമേൻ. പർവ്വതം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആമേൻ, നമ്മുടെ മോശ ന്യായപ്രമാണം, തനിക്ക് മോശയ്ക്ക് ന്യായപ്രമാണം കിട്ടിയത് എവിടെ നിന്നാണ്? സീനായ് മലയിൽ നിന്നാണ്. സീനായ് മലയിലേക്ക് യഹോവയായ ദൈവം തന്നെ വിളിച്ചു വരുത്തി താൻ അവിടെ പിതാവായ ദൈവത്തോട്, യഹോവയായ ദൈവത്തോടൊപ്പം ചെലവഴിച്ചിട്ട് അവിടെ വെച്ചാണ് ദൈവത്തിൻ്റെതായ നിയോഗങ്ങൾ, ദൈവികമായ പ്രമാണങ്ങൾ, ദൈവികമായ ന്യായപ്രമാണങ്ങളൊക്കെ നൽകുന്നത് എവിടെ വെച്ചായിരുന്നു? സീനായ് മലയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഹല്ലേലൂയ, അപ്പോൾ അവിടെ ദൈവമായ കർത്താവും അല്ലെങ്കിൽ യഹോവയായ ദൈവവും അതുപോലെ തന്നെ മോശയും കൂടെ ഒന്നിച്ച് ആ സീനായ് മലയിൽ ഒരുമിച്ച് കൂടുന്നതായ ഒരു സാഹചര്യം നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവും പർവ്വതത്തിലേക്ക് കയറുകയാണ്. പർവ്വതത്തിലേക്ക് കയറുന്നതായ മാത്രയിൽ ഈ ന്യായപ്രമാണം കർത്താവ് അവിടെ വെച്ച്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെതായ പ്രമാണങ്ങൾ അവിടെ വെച്ച് കർത്താവ് നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പ്രമാണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രമാണങ്ങൾ എന്തിൻ്റെ പ്രമാണങ്ങളാണ്? ഈ പ്രമാണം ഏത് പ്രമാണങ്ങളാണ്? കർത്താവ് ഇവിടെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത് ഏത് പ്രമാണമാണ്? ഹല്ലേലൂയ. പുതിയ നിയമത്തിൻ്റെ പ്രമാണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗീയ പൗരന്മാരുടേതായ പ്രമാണമാണ്.
സ്വർഗീയ പൗരൻ എങ്ങനെയായിരിക്കണം? How a heavenly citizen should be. Hallelujah. So he started teaching. അവരെ പഠിപ്പിക്കുന്നതായിട്ട്, hallelujah, the principle, hallelujah, അല്ലെങ്കിൽ the standard of the heavenly citizens, hallelujah. ഈ heavenly citizensൻ്റെതായ സ്റ്റാൻഡേർഡ് എന്തായിരിക്കണം? അതിനാണ് നമ്മുടെ കർത്താവ് മുകളിലേക്ക് കയറി എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണ്? ഒരാള് ഒരു ചെകിടത്തടിച്ചാൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെതായ സ്റ്റാൻഡേർഡ്. ആണോ? കഴിവുണ്ടെങ്കിൽ അടിക്കും അല്ലേ? അല്ലെങ്കിൽ അടിക്കാൻ പറ്റില്ലെങ്കിൽ വാവുണ്ടെങ്കിലും അടിക്കും അല്ലേ? വാവുണ്ടെങ്കിലും സംസാരിക്കും. അത് ഏത് സ്റ്റാൻഡേർഡാ? ലോകത്തിന്റെ സ്റ്റാൻഡേർഡാ. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് മലമേൽ കയറിയിട്ട് പറയുകയാണ്, നിന്നെ ഒരു വ്യക്തി കടന്നു വന്നിട്ട് ഒരു ചെകിടത്ത് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മറ്റത് എന്ന് പറഞ്ഞാൽ മറു സൈഡും കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ആമേൻ. ഇത് ഒരു ഹെവൻലി സിറ്റിസൻ്റെതായ സ്റ്റാൻഡേർഡാണ്. ഹല്ലേലൂയ. അപ്പോൾ താഴെ നിൽക്കുന്നവർക്ക് ഇത് മനസ്സിലാകില്ല. താഴെയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റാൻഡേർഡ് ഗ്രാഹ്യമല്ല. It's not easy to grasp. It's not easy to understand. Hallelujah. So because, hallelujah, the worldly standard is, the human standard is always you want to, pay back. Hallelujah. എന്നാൽ ഇവിടെ ദൈവമായി കർത്താവ് പറയുന്നതായ കാര്യം, ഇവിടെ പഠിപ്പിക്കുന്നതായ ഒരു കാര്യം, hallelujah, വിപരീതമായ നമ്മുടെ സ്റ്റാൻഡേർഡിന്, ഹ്യൂമൻ സ്റ്റാൻഡേർഡിന്, മാനുഷികമായ തത്വങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങളാണ് ഇതാണ് ഇവിടെ നമ്മൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്താണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്? ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചോളം ഒരു മനുഷ്യൻ ദുഃഖം അനുഭവിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ മനുഷ്യനെ നോക്കിയിട്ട് നമ്മൾ പരിതപിക്കത്തേ ഉള്ളൂ അല്ലേ? ഒരു വളരെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ക്ഷീണത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ആ മനുഷ്യരെ, ആ വ്യക്തിയെ നോക്കിയിട്ട് അയ്യോ ഇങ്ങനെ വന്നു പോയല്ലോ, ഇങ്ങനെ വന്ന് സംഭവിച്ചു പോയല്ലോ എന്ന് ഓർത്ത് നമ്മൾ പലപ്പോഴും അനുകമ്പ കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരോട് ചിലപ്പം ഇരുന്ന് അല്ലെങ്കിൽ അവരെ ദയ കാണിക്കുമായിരിക്കും. എന്നാൽ കർത്താവരെ നോക്കിയിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അനുദവിക്കുന്ന അല്ലെങ്കിൽ ദുഃഖിക്കുന്നവരെ നോക്കിയിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, അവരാരാണ്? ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അപ്പോൾ ദൈവമായി കർത്താവ് ഒരു പുതിയ തത്വം ഇവിടെ ഓർപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. എന്താണ് പുതിയ തത്വം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്? ഹല്ലേലൂയ. ദുഃഖിക്കുന്നതായി നിങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൻ്റെതായ മൂല്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, the standard of heavenly citizens is different than the citizens of the worldly nations. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, കർത്താവ് പറയുന്നതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദുഃഖവും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ നമ്മൾ, ഹല്ലേലൂയ, അവരെ കുറിച്ച് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാര്. എങ്ങനെയാ ഭാഗ്യമായി മാറുന്നത് ദുഃഖം? ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഹല്ലേലൂയ. ഈ ദുഃഖം എങ്ങനെയാണ് ഭാഗ്യമായി മാറുന്നത്? നമ്മൾ വിലാപത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ ക്ഷീണത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ വേദന എങ്ങനെയാണ് അനുഗ്രഹമായി മാറുന്നത്? ഹല്ലേലൂയ. ഒന്നാമത്തെ പോയിന്റ് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, mourning over sins brings forgiveness and healing. Praise the Lord. പാപത്തെക്കുറിച്ചുള്ള ദുഃഖം പാപമോചനവും രോഗശാന്തിയും നമുക്ക് നൽകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, നമ്മളെല്ലാവരും ആരാ? ദൈവം എന്നെ നമ്മെ പഠിപ്പിക്കുന്നത്, ഹല്ലേലൂയ, ദൈവം എന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ബൈബിൾ ടീച്ച് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് us that we are sinners. അല്ലേ? All have sinned and come short of the glory of God. അല്ലേ? All have sinned and come short of the glory of God.
Hallelujah. Upon so no matter whether you come from north, east, west, or south, hallelujah. Whether you come from higher standard or lower grade, it doesn't matter. You are, Bible calls you, you are a sinner. Praise the Lord. Hallelujah. As a sinner, we have to regret, we have to confess about our nature. Hallelujah. നമ്മുടെ പാപത്തെ കുറിച്ച് നമ്മൾ എന്തുണ്ടായിരിക്കണം? നമുക്കൊരു ദുഃഖമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചുള്ളതായ ദുഃഖം ഇവിടെ നമ്മൾ വായിക്കുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്നതായ കാര്യം, ദുഃഖിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അല്ലെങ്കിൽ നമുക്കൊന്ന് രണ്ട് വേദഭാഗം നമുക്ക് വായിക്കാം. 51 സങ്കീർത്തനം 51, Psalm 51 verse 17. Amen. Please read that English also. Amen. അവിടെ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതായ വിഷയത്തോട് ഞാൻ ഓർപ്പിക്കുകയാണ്, ഒന്ന് യോജിപ്പിക്കുകയാണ്. I just want to link. Amen. Hallelujah. The first point here. Praise the Lord. Hallelujah. So we have to have a mind of what? Hallelujah. Contrite spirit. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്. Praise the Lord. Hallelujah. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മിസ്റ്റേക്ക്, ഞാനും നിങ്ങളും എല്ലാവരും ആരാണ്? നമ്മളെല്ലാവരും പാപികളായിരുന്നു. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടതായി നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകാറുണ്ട്? മിസ്റ്റേക്സ് ഉണ്ടാകാറുണ്ട്. ഞാൻ സർവത്തിനും തികഞ്ഞവനെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്. വി മേക്ക് മിസ്റ്റേക്സ്. അപ്പോൾ ഷോർട്ട് കമ്മിങ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഫെയിലിയേഴ്സ് ഉണ്ടാകാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഫെയിലിയർ കടന്നു വരുമ്പോൾ ഫെയിലിയർ അത് നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഞാൻ ഫെയിലായി പോയി എന്നുള്ളതായ നിലയിൽ ഫെയിലായവർ ആ വഴിക്ക് നടന്നു പോവുകയല്ല, ഫെയിലായവരെ പിന്നെന്ത് ചെയ്യുകയാണ്? ഹല്ലേലൂയ. വീണ്ടും ദൈവത്തെങ്കിലേക്ക് കടന്നു വന്നിട്ട് കർത്താവിനോട് എന്ത് ചെയ്യുന്നു? നമ്മുടെ പാപത്തെക്കുറിച്ച്, നമ്മുടെ കുറവുകളെക്കുറിച്ച്, നമ്മുടേതായ പോരായ്മകളെക്കുറിച്ച് കർത്താവിനോട് എന്ത് ചെയ്യുന്നു? ഏറ്റുപറയുന്നു. ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. When we make mistakes, when we do these kind of mistakes or shortcomings, we need to have an attitude out to come back to the Lord and confess about our sins. Hallelujah. Then if you are confessing your sins in the presence of God, our God is faithful enough to forgive all our sins. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ എന്താണ്? ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇന്ന് പൽക്കാലം ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്നവരാണ്. നമ്മൾ ആരാധിപ്പാൻ കടന്നു വന്നവരാണ്. We have come to worship our God. Hallelujah. What are we worshiping and how are we worshiping in the presence of God? Hallelujah. In the Old Testament, people used to bring people used to bring, hallelujah, birds, hallelujah, and then they offer as a sacrifice.
ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് പൽക്കാലം യാഗങ്ങളെ കൊണ്ടുവരേണ്ട, മൃഗങ്ങളെ കൊണ്ടുവരേണ്ടതായ ആവശ്യമില്ല. We don't have to bring any kind of animals here. Hallelujah. എന്നാൽ നമുക്കിവിടെ കൊണ്ടുവരേണ്ടതായ ഒരു കാര്യമുണ്ട്, തകർന്നതായ ഒരു മനസ്സ്. ഹല്ലേലൂയ. തകർന്ന മനസ്സ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്, എൻ്റെ വാക്കിൽ കുറവ് വന്നിട്ടുണ്ട്, എൻ്റെ നോട്ടത്തിൽ കുറവ് വന്നിട്ടുണ്ട്, എൻ്റെ ഇടപാടുകളിൽ കുറവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ ഹല്ലേലൂയ, എനിക്ക് ഹല്ലേലൂയ ദൈവമായി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ തകരുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ, തകരുന്ന ഹല്ലേലൂയ ഒരു നേച്ചർ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളതായ ഹൃദയങ്ങളെയാണ് കർത്താവ് പറയുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ പറയുന്നതായ കാര്യം, അവർക്കാണ് ഹല്ലേലൂയ ദൈവമായി കർത്താവ് നൽകുന്നതായ അവൻ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. Praise the Lord. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ആരാധിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്തതായ നിലയിൽ നമ്മൾ പലപ്പോഴും വാക്കുകൊണ്ട്, നമ്മുടെ ചെയ്തികൾ കൊണ്ട്, നമ്മുടെ ഇടപാടുകൾ കൊണ്ട് നാം പലപ്പോഴും ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എപ്പോഴും ദുഃഖിപ്പിച്ചിട്ടുള്ളവരാണ്. ആണോ? നമ്മുടെ കർത്താവിൻ്റെതായ ദൈവത്തിൻ്റെ ആത്മാവിനെ, ദൈവമായി കർത്താവിനെ പലപ്പോഴും ദുഃഖിപ്പിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ആമേൻ ഹല്ലേലൂയ, തകർന്ന മനസ്സിന് ഹല്ലേലൂയ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നു പോയിട്ടുണ്ട്, ഹല്ലേലൂയ, ആ കുറവുകളെ ക്ഷമിച്ചു തരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇവിടെ പറയുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. 1 യോഹന്നാന്റേതായ ലേഖനത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യം, 1 John chapter 1 verse 9, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. If we confess our sins, he is faithful and just to forgive us our sins and to cleanse us from all unrighteousness. Praise the Lord. If we confess our sins, then you will be comforted. ഹല്ലേലൂയ. ഇത് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നതായ സംഗതി ഇതാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ കുറവുകൾ നേരിടുമ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്നതായ സംഭവം എന്തെന്ന് ചോദിച്ചാൽ, പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം വന്നു വരുമ്പോൾ ഹല്ലേലൂയ, എല്ലാം കളഞ്ഞിട്ട് നമ്മൾ നടന്നു നീങ്ങുവാൻ തക്കവണ്ണം ശ്രമിക്കും. അങ്ങനെയല്ല, നാം കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് അതിനെ കുറിച്ച് ദുഃഖിച്ചിട്ട്, അതിനെക്കുറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആ ഒരു സ്വഭാവം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ, കർത്താവ് പറയുകയാണ്, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. Hallelujah. അപ്പോൾ ഇവിടെ നമ്മൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ, ദൈവമായി കർത്താവ് എന്നിലും നിങ്ങളെ കുറിച്ചും താല്പര്യപ്പെടുന്നതായ ഒരു കാര്യം, ഒരു മനസ്താപമുള്ള ഹൃദയത്തിലേക്ക് നമ്മൾ മടങ്ങി വരണമെന്നുള്ളതാണ്. Praise the Lord. Hallelujah. നമ്മൾ പ്രത്യേകിച്ച് സങ്കീർത്തനത്തെ നമ്മൾ വായിച്ചല്ലോ, ദൈവത്തിൻ്റെ ഹനനയാങ്കൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്ന് പറയപ്പെടുന്നതായ സംഗതി അത് 53-ാം സങ്കീർത്തനത്തിലാണല്ലേ. 51-ാം സങ്കീർത്തനം, അതിൻ്റെതായ സാഹചര്യം നമുക്കറിയാം. എന്താണ്? ഹല്ലേലൂയ, ദാവീദ് രാജാവ് പാടുന്നതായ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൽ ഒരു പാളിച്ച വന്നു. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യേണ്ടുന്നതായ ഒരു അവസ്ഥ കടന്നു വന്നു. ഹല്ലേലൂയ. താൻ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിൻ്റെതായ ദാസനായിരിക്കുന്നതായ പ്രവാചകൻ വന്നിട്ട് ഹല്ലേലൂയ, അവൻ്റെ പാപത്തെക്കുറിച്ച് അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. അവൻ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. അതിൻ്റെതായ ഭവിഷ്യത്തുകളൊക്കെയും പിന്നെ അനുഭവിച്ചെങ്കിൽ തന്നെയും ഹല്ലേലൂയ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് അവനെ ഒന്ന് റിസ്റ്റോർ ചെയ്യുന്ന ദൈവത്തിൻ്റെതായ സ്നേഹമാണ് നമുക്ക് അവിടെ കാണാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവജനമേ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെതായ താല്പര്യം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവമായി കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഹല്ലേലൂയ, നാം ദൈവത്തിൻ്റെതായ സന്നിധിയിൽ നമ്മളെല്ലാവരും വിശുദ്ധരും നിഷ്കളങ്കരും ദൈവമായി കർത്താവിൻ്റെതായ സ്വർഗരാജ്യത്തിൻ്റെതായ അംഗങ്ങളായി തീരുവാൻ, അതിൻ്റെതായ പ്രജകളായി തീരുവാൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറിയ നിസ്സാരമായ കാര്യങ്ങളുടെ മുമ്പിൽ വെച്ച് ഹല്ലേലൂയ അതിനെ പിടിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ കൃപ, ദൈവത്തിന്റെ കൃപയിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം ഒരിക്കലും അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സാത്താൻ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? സാത്താൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ? എന്നെയും നിങ്ങളെയും അവന്റെ വശത്താക്കാനാ, അല്ലേ? സാത്താൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതാ. ഹല്ലേലൂയ. അവൻ എപ്പോഴും അവന്റെ കൂട്ടത്തിലാക്കുക. അവനെ, അല്ലെങ്കിൽ ദൈവത്തെ സത്യത്തിൽ അവൻ ആരാധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അടർത്തിയെടുത്തിട്ട് അവന്റെ കൂട്ടത്തിൽ കൊണ്ടു ചെല്ലുക. നമ്മൾ അറിയാതെ ചിലപ്പോൾ നമ്മളെ കൊണ്ടെത്തിക്കും അവൻ. നമ്മളറിയാതെ, ഞാനും നിങ്ങളും അറിയാതെ ഹല്ലേലൂയ നമ്മൾ ഏത് കൂട്ടത്തിൽ എങ്ങനെ വന്ന് അകപ്പെട്ടു എന്ന് തോന്നത്തക്ക വിധത്തിൽ അവൻ പ്രവർത്തിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യമുണ്ട്. നമ്മൾ സാത്താന്റേതായ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ തന്ത്രങ്ങൾ എന്താണ്? ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അടർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ നമുക്കൊന്ന് മടങ്ങി വരാം. എല്ലാ ദൈവജനങ്ങളും ഇന്ന് പൽക്കാലം ഹല്ലേലൂയ കർത്താവിൻ്റെതായ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ലോക സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെതായ കർത്താവിൻ്റെതായ വരവ് ഏത് സമയത്തും കടന്നു വരാം. എന്നാൽ ഇന്ന് നമ്മുടെ ജീവൻ പോയാൽ, ഇന്ന് നമ്മുടെ കർത്താവിന്റെ വരവ് നടക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഒരു വിധത്തിലും നാം തള്ളപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ദൈവസാന്നിധ്യം പ്രാപിച്ചിട്ട് എടുക്കപ്പെടുന്നതായി കൂട്ടത്തിലായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, മോർണിംഗ് ഓവർ ലൈഫ്സ് ലോസസ് ഇൻവൈറ്റ്സ് ഗോഡ്സ് പ്രസൻസ്. ജീവിത നഷ്ടങ്ങളെക്കുറിച്ചുള്ള വിലാപം അല്ലെങ്കിൽ ദുഃഖം ദൈവത്തിൻ്റെതായ സാന്നിധ്യത്തെ വിളിച്ചു വരുത്തുന്നു. നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം, സങ്കീർത്തനം 34:18 ഒന്ന് വായിക്കാമോ? ഇംഗ്ലീഷിലും മലയാളത്തിലും. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയം എന്താണ്? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് പാപത്തെക്കുറിച്ചുള്ളതായ ദുഃഖം നമ്മുടെ ജീവിതത്തിൽ രോഗശാന്തി വരുത്തും, അതുപോലെ തന്നെ പാപമോചനം നമുക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തേതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അവൻ പാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെതായ നഷ്ടങ്ങളെക്കുറിച്ച് നാം ദുഃഖിച്ചാൽ ദൈവത്തിൻ്റെതായ സാന്നിധ്യം അത് നമ്മെ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ വായിച്ചത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവർ രക്ഷിക്കുന്നു. Praise the Lord. The Lord is close to the brokenhearted and saves those who are crushed in spirit. Praise the Lord. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ മനസ്സ് തകർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, നാം മനസ്സ് തകർന്ന് ദൈവത്തോട് അടുത്ത് വന്നാൽ, ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നതായ കാര്യം, നാം ദൈവത്തോടടുത്താൽ ദൈവം എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത് വരും. Praise the Lord. With a broken heart, if you are coming nearer to God, if you are coming nearer to Almighty God, the Almighty God will come nearer to you. Praise the Lord. Hallelujah. If you are a broken-hearted person,
Praise the Lord. Hallelujah. If you are going through agony, if you are going through pain, if you are going through the experience of crushing in your life, hallelujah. So with that nature, when you come nearer to God, hallelujah, Bible says here, the word of God says here, the Almighty God will come nearer to you. Amen. Praise the Lord. He will provide His divine presence. ദൈവം വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവ സാന്നിധ്യമാണ് കടന്നു വരുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ദുഃഖം അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഹല്ലേലൂയ ആമേൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ അത് തന്നെ ഒരു വലിയ ആശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഒരു ഉദാഹരണം പറയാം. വേദപുസ്തകത്തിലെ ഉദാഹരണമാണ്. ബഥാനിയിലെ ഫാമിലി, ബഥാനിയിലുള്ളതായ കുടുംബം. അവിടെ ഒരു എന്താ സംഭവിച്ചേ? ലാസർ മരിച്ചു. ലാസർ മരിച്ചു കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു ഇവിടെ കടന്നു വരുന്നത്. യേശു വരുമ്പോൾ ഹല്ലേലൂയ കർത്താവിനറിയാം, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമായിരുന്നു. അതാണ് നമ്മൾ തിയോളജിക്കലി പഠിക്കുന്നത്. Hallelujah. So he knew that he is going to raise Lazarus from the dead. എന്നാൽ എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ദുഃഖിക്കുന്നവരോട് കൂടെ ഇരുന്ന് കർത്താവ് എന്ത് ചെയ്തു? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ പറയുന്നത് കർത്താവ് കണ്ണുനീർ വാർത്തു. കർത്താവ് അവരോട് കൂടെ ഇരുന്ന് എന്ത് ചെയ്തു? കരഞ്ഞു. അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? കരയുന്നവരോട് കൂടെ ഇരുന്ന് കർത്താവ് കരഞ്ഞു. ദുഃഖിക്കുന്നവരോട് കൂടെ ഇരുന്ന് കർത്താവ് ദുഃഖിച്ചു. കണ്ണുനീർ വാർക്കുന്നവരോട് കൂടെ ഇരുന്ന് കർത്താവ് കണ്ണുനീർ വാർത്തു. ദൈവമേ, ഞാൻ ഇന്ന് പൽക്കാലം നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, നാം കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ നിലവിളിയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഹല്ലേലൂയ നമ്മൾ ഇരിക്കുന്ന മുറിയിൽ, നമ്മൾ ഇരിക്കുന്നതായ ഈ ഇടത്തേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ അയച്ചു തന്ന് എന്നെയും നിങ്ങളെയും ഒന്ന് ഉയർത്തുവാൻ, എന്നെയും നിങ്ങളെയും ഒന്ന് ആത്മീയമായി ഹല്ലേലൂയ ഒന്ന് ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണമാണ് ദൈവ സാന്നിധ്യം നമുക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്ന കാര്യം, ഞാൻ തനിച്ചല്ല ഇവിടെ, ഞാൻ തനിയല്ല, സർവശക്തനായ ദൈവം എന്നോടൊപ്പം. ഹല്ലേലൂയ, എന്റെ സാഹചര്യത്തിൽ അവൻ എന്നോടൊപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ ബഥാനിയയിൽ ബഥാനിയ ആ ഭവനത്തിൽ 4 ദിവസം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ അതുവരെയും ഒരു ദുഃഖിച്ചുകൊണ്ടിരിക്കുക. 4 ദിവസം കഴിഞ്ഞിട്ടാ യേശു അവരുടെ അടുക്ക് കടന്നു വരുന്നത്. അപ്പോൾ യേശുവിന്റെ സാന്നിധ്യമുണ്ടല്ലോ, കർത്താവിന്റെ സാന്നിധ്യമുണ്ടല്ലോ, കർത്താവിൻ്റെതായ പ്രസൻസ് ഉണ്ടല്ലോ, അവരെ വാസ്തവത്തിൽ എന്ത് ചെയ്തു കാണും? ഹല്ലേലൂയ, അവരെ ഒന്ന് കംഫർട്ട് ചെയ്തു, അവരെ ഒന്ന് ആശ്വസിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതായ ഒരു സംഗതിയാണ്. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങൾ തന്നെ ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ, ക്ഷീണത്തിലൂടെ കടന്നു പോകുമ്പോൾ, രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവം തന്ന ആ മാതൃക എന്തെന്ന് ചോദിച്ചാൽ അവൻ അവരോടൊപ്പം ചെന്നിരുന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസ വാക്കുകൾ. ഹല്ലേലൂയ. അവൻ സന്തോഷ ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ദുഃഖ ഭവനത്തിൽ കടന്നു പോകുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, അവൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ നമ്മുടേതായ സാന്നിധ്യം ഹല്ലേലൂയ അവർക്ക് ആശ്വാസമേകുമെങ്കിൽ, ദൈവജനമേ അത് ഓർക്കണം, അത് ദൈവനാമ മഹത്വത്തിനും കാരണമായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, എന്നാൽ 4 ദിവസം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ലാസർ ഉയർത്തെഴുന്നേറ്റു. അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെങ്കിൽ നമ്മുടെ വേദഭാഗത്ത് നമ്മുടെ ചിന്താ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, അവൻ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യമാണ്. ദൈവ സാന്നിധ്യം.
ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മെ ദുഃഖിപ്പിക്കുന്നതായ സംഗതി എന്താണെന്നറിയാമോ? ആമേൻ. നമ്മളെ പ്രയാസപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. മാനുഷികമായ നിലയിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നുള്ളതാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ അമേരിക്കയിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, കുടുംബത്തെ എന്നെ സപ്പോർട്ട് ചെയ്യുവാൻ, എന്നെ കൂടെ നിൽക്കുവാൻ, എനിക്ക് ഒന്ന് ആശ്വാസമായിട്ട് പറയുവാൻ ആരുമില്ല എന്നൊരു ചിന്ത പലപ്പോഴും എന്നെയും നിങ്ങളെയും ഒന്ന് അലട്ടാറുണ്ട്. എന്നാൽ ഇന്ന് പൽക്കാലം എനിക്ക് ഓർപ്പിക്കട്ടെ, ഞാൻ ദൈവവചനത്തിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഹല്ലേലൂയ. നാം അങ്ങനെ ദൈവമായി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടേതായ ദുഃഖത്തിൻ്റെ മുമ്പിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ യഥാർത്ഥമായി ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആഗ്രഹത്തോടുകൂടെ ദൈവമായി കർത്താവിൻ്റെ സന്നിധിയിൽ ദുഃഖിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മെ മാറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല അവൻ. നമ്മുടെ കർത്താവ് മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. മാർത്തയെയും മറിയയെയും ഹല്ലേലൂയ 4 ദിവസം അല്പം നീണ്ട ദിവസമായിരുന്നു അവർക്ക് തോന്നിയെങ്കിൽ തന്നെയും 4-ാമത്തെ ദിവസം ഹല്ലേലൂയ, അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം നമ്മൾ നോക്കുമ്പോൾ ആ ഭവനത്തിൽ എന്ത് ഭവനമാണ്? ആ ഭവനം ഒരു ദുഃഖ ഭവനമല്ല, ഒരു സന്തോഷ ഭവനമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സന്തോഷ ഭവനമായി മാറ്റുന്ന ദൈവ സാന്നിധ്യം വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് പൽക്കാലം നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്നും ചിന്തിച്ചേ. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് പറയാത്ത അനേക ദുഃഖങ്ങൾ കണ്ടേക്കാം, അനേക പ്രശ്നങ്ങൾ കണ്ടേക്കാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തികളോടും പറയുന്നത്, ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ നിങ്ങൾ ദൈവമായി കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ വിശ്വാസം നഷ്ടപ്പെടുത്താതെ, പ്രത്യാശ കൈവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി ഒരു 4-ാം ദിവസം, നിങ്ങൾക്ക് വേണ്ടി ഒരു 4-ാം ദിവസം ഹല്ലേലൂയ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു 4-ാം ദിവസം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഇത് പൽക്കാലം ഹല്ലേലൂയ അതോട് ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദുഃഖിക്കുന്നതായ നമ്മുടെ കർത്താവ് ദുഃഖിക്കുന്നതായ പ്രിയപ്പെട്ടവരെ കുറിച്ച് പറയുന്നത് ആ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. നമ്മുടെ വിഷമങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ ക്ഷീണങ്ങളുടെ മധ്യത്തിൽ, ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കൃപ നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് 3-ാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, മോർണിംഗ് ഓവർ ബ്രോക്കൻനെസ് ഓഫ് ദ വേൾഡ് ലീഡ്സ് ടു ഹോപ്പ്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ തകർച്ചയെക്കുറിച്ചുള്ളതായ വിലാപം പ്രതീക്ഷയിലേക്ക് നമ്മെ നടത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ, ലോകം ആകപ്പാട് സ്റ്റാൻഡേർഡ് എല്ലാം അത് വല്ലാതെ മറിഞ്ഞു കിടക്കുകയാണ്. ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് ദൈവവുമായ സ്റ്റാൻഡേർഡുമായിട്ടുള്ളതായ ബന്ധത്തിൽ നമ്മൾ നോക്കിയാൽ ഹല്ലേലൂയ, ഒരു മനുഷ്യനും ആശ്വസിപ്പാൻ തക്കവണ്ണം കഴിയാത്തതായ ഒരു അവസ്ഥയിലാണ് ലോകത്തിൻ്റെ ഗതി. എന്നാൽ ഈ ലോകത്തിൻ്റെ ഗതിയെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നവരായിരിക്കണം? ദുഃഖിക്കുന്നവരായിരിക്കണം. ലോകത്തിൻ്റെ ഗതി, ലോകത്തിൻ്റെതായ പാപത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, അക്രമങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ലോകത്തിൽ നടക്കുന്ന അനീതികളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ലോകത്തിൽ നടക്കുന്നതായ മ്ലേച്ഛതകളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം, അതിനെ ഓർത്ത് നാം കരയുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമായി കർത്താവ് അതാണ് പറയുന്നത്. ഹല്ലേലൂയ. സർവ്വ സൃഷ്ടിയും, നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിക്കുന്ന ഇങ്ങനെയാണ്: സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ ഈ സൃഷ്ടി തന്നെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നടക്കുന്നതായ സംഭവങ്ങൾ ഓർക്കുമ്പോൾ ഈ സൃഷ്ടികൾക്ക് തന്നെ ഒരു ഞരക്കമുണ്ട്.
Praise the Lord. Hallelujah. നമുക്ക് ഒരു ഞരക്കമുണ്ടായിരിക്കണം. ഈ ലോകത്തിൻ്റെതായ മ്ലേച്ഛതകളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അത് കേട്ടിട്ട് നാം അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്നവരായിരിക്കണം. Praise the Lord. Hallelujah. ദൈവവചനം ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ കരഞ്ഞാൽ ദൈവമായ കർത്താവ് ഹല്ലേലൂയ ഇവിടെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യം, ഹല്ലേലൂയ, ഒരു പ്രത്യാശയിലേക്ക് ലോകത്തെ ജനത്തിന് മാറ്റം വരുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അവൻ ഈ യോന പ്രവാചകനെ കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, യോന പ്രവാചകൻ ചെന്ന് അവിടെ ആ പട്ടണത്തിലേക്ക് കടന്നു എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പട്ടണം എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. രാജാവും അവിടുത്തെ രാജ്യത്തിലുള്ളതായ സകലമാന പേരും അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ മടങ്ങി വന്ന് എന്താ സംഭവിച്ചത്? പിന്നെ ഹല്ലേലൂയ ദൈവം അവരോട് അതായത് നീതി കാണിച്ചു, അവരോട് കരുണ കാണിച്ചു. അവരെ നശിപ്പിക്കുമെന്ന് അതായത് ആദ്യം പ്ലാൻ ഇട്ടെങ്കിൽ തന്നെയും ദൈവം പ്ലാൻ മാറ്റി. ദൈവമേ, ഞാൻ പറഞ്ഞു വരുന്നത്, ഹല്ലേലൂയ, ദൈവമായി കർത്താവ് നമ്മെക്കുറിച്ച്, അതായത് ഈ ലോകത്തിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിൻ്റെതായ നന്മകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നന്മകളെല്ലാം പ്രാപിച്ച് പോക്കറ്റിലിട്ട് പോകുക, നടന്ന് നീങ്ങുക എന്നുള്ളതല്ല. നാം ഈ ലോകത്തിന് വേണ്ടി, നമ്മുടെ പട്ടണത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ഹല്ലേലൂയ നമ്മുടെ രാജ്യങ്ങൾക്ക് വേണ്ടി നാം ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. Praise the Lord. അതാണല്ലോ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവമായി കർത്താവ് നമ്മുടേതായ സാന്നിധ്യം ഓർമ്മിപ്പിക്കുന്നത്, അങ്ങനെ നടന്നാൽ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. നമുക്കറിയാമല്ലോ, നെഹമ്യാവിനെ കുറിച്ച് അറിയാം. നെഹമ്യാവ് അവൻ യെരൂശലേമിൻ്റെതായ തകർന്നതായ മതിലിനെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ നമുക്കറിയാം അത് തുടർന്നുള്ളതായ സംഭവം നമുക്കറിയാം. എന്താണ്? ഹല്ലേലൂയ, ദൈവമായി കർത്താവ് അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. തകർന്ന മതിലിനെ പുതുക്കി പണിയുവാൻ തക്കവണ്ണം കർത്താവിനെ ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പൽക്കാലം കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നമുക്കൊരു ദുഃഖമുണ്ടാകണം. നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്, കർത്താവ് ഇപ്പോഴത്തെ എൻ്റെ ഈ ആത്മീയ നിലവാരം മതിയോ? നിങ്ങൾ ആരെയും ഞാൻ കൈപൊക്കിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ആത്മീയ ആ നിലവാരം, ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സ്പിരിച്വാലിറ്റി നൗ? പ്രൈസ് ദി ലോർഡ്. ഇഫ് യു ആർ നോട്ട് satisfied with your spirituality, you need to have, amen, hallelujah, you need to, have a desire to grow. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നമുക്കൊരു ആഗ്രഹം ഉണ്ടാകണം. ആ ആഗ്രഹം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇപ്പോഴുള്ള അവസ്ഥ പോരാ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ആത്മാവിനൊരു ദാരിദ്ര്യം, അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച്, കർത്താവ് ഇങ്ങനൊരു കുറവ് എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, കുറവുകൾ വന്നുമ്പോൾ ഹല്ലേലൂയ ആ കുറവിനെ പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണ്. നാം ഒരുമിച്ച് ഒരു ചെറിയ കൂട്ടമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. നമ്മളെല്ലാവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്, നാം സ്നേഹത്തിൻ്റെ ആത്മാവിൽ, ഏകാത്മാവിൽ അന്യോന്യം സ്നേഹിക്കുക, അന്യോന്യം കരുതുക. ഹല്ലേലൂയ. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ പോരായ്മകൾ വരുമ്പോൾ ഹല്ലേലൂയ അത് ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിച്ച് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെയായി തീരണം? ഒരു ബോഡിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഒരു ശരീരമായി മാറണം. നമ്മൾ ആരാണ്? ഒരു ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു ശരീരമാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും എവിടെ പോകേണ്ടവരാണ്? സ്വർഗത്തിൽ പോകേണ്ടവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്നലത്തെ കാര്യം നമ്മൾ ഇന്ന് ഓർത്തിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലത്തെ കാര്യം, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ പിമ്പിലുള്ളതിനെ മറന്ന്. പ്രൈസ് ദി ലോർഡ്. പിമ്പിലുള്ളതിനെ മറക്കാതിരുന്നാലുണ്ടല്ലോ മുമ്പിലേക്ക് പോകുവാൻ തക്കവണ്ണം പറ്റുകയില്ല.
പിമ്പിലുള്ളതിനെ മറക്കാതിരുന്നാൽ മുമ്പിലേക്കും പോകാൻ പറ്റുകയില്ല. പിമ്പിലുള്ളത് പുറകോട്ട് വലിക്കുന്നത്, നമ്മെ നിരാശപ്പെടുത്തുന്നത്, നമ്മെ ദുഃഖിപ്പിക്കുന്നത്, നമ്മെ പല വിധത്തിലും നമ്മെ തകർക്കുന്ന പല സാഹചര്യങ്ങൾ കണ്ടേക്കാം. അതെല്ലാം പുറകിലേക്ക് കളഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് ഒരു രാജ്യം നേടാനുണ്ട്. നമ്മൾ ആരാണ്? സ്വർഗത്തിലെ സിറ്റിസൺസ് ആണ്. നമുക്കൊരു രാജ്യം നേടാനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്തുണ്ടാകും? ആശ്വാസമുണ്ടാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എനിക്കറിയാം ഞാൻ അല്പം സമയം കൂടുതലായിട്ട് എടുത്തു. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്ഥലം നമ്മെ ഏൽപ്പിക്കുക.